ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ക്ലാസ് 47, പേജ് 40. അശ്ശക്കു വത്തഹാറ. അശ്ശക്കു വത്തഹാറ, സംശയവും ശുദ്ധീകരണവും. ഇതുമായി ബന്ധപ്പെട്ട് ഒരു 4 മസ്അലകൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അലിഫ്, ബാഹ്, ജീമ, ദാല്, അങ്ങനെ 4ആയിട്ട് തിരിച്ചിട്ട്. അതിൽ ഒന്നാമത്തത് അശ്ശക്കു ഫിൽ മായി, വെള്ളത്തിൽ സംശയിക്കുന്നു, വെള്ളത്തിൽ ഉണ്ടാകുന്ന സംശയം. ലൗ ഷക്ക, ഒരാൾ സംശയിച്ചാൽ, ഫി തഗയ്യുരി മായിൻ, വെള്ളത്തിൻ്റെ പകർച്ചയിൽ സംശയിച്ചു. ഹൽ ഹുവ ഖലീലുൻ, ആ പകർച്ച കുറവാണോ, ഔ കസീറുൻ, അതല്ല കൂടുതലാണോ എന്ന് സംശയിച്ചു. വെള്ളത്തിൻ്റെ പകർച്ച കുറഞ്ഞ പകർച്ചയാണെങ്കിൽ കുഴപ്പമില്ല, കൂടുതലാണെങ്കിൽ പ്രശ്നമാണ്. അപ്പം അത് സംശയമായി, കുറഞ്ഞതാണോ കൂടിയതാണോ. ഔഫി മുഗയ്യിരിൽ മായി, അല്ലെങ്കിൽ വെള്ളത്തെ പകർച്ചയാക്കിയ വസ്തുവിനെ സംബന്ധിച്ച് സംശയിച്ചു. ഹൽ ഹുവ മുഖാലിത്തുൻ, അത് അലിഞ്ഞു ചേരുന്നതാണോ, ഔ മുജാവിറുൻ, അതല്ല ഒരു അയൽവക്കക്കാരനായി നിൽക്കുന്നതാണോ എന്ന് പറഞ്ഞാൽ അലിഞ്ഞു ചേരാത്തതാണോ. അലിഞ്ഞു ചേരുന്നതാണെങ്കിൽ കുഴപ്പമാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പം സംശയമായി. വെള്ളത്തിന് പകർച്ചയുണ്ട്, പക്ഷെ അത് അലിഞ്ഞു ചേരുന്നതാണോ വസ്തു, അല്ലാത്തതാണോ. ഔഫിമായിൻ, അല്ലെങ്കിൽ ഒരു വെള്ളത്തെപ്പറ്റി സംശയിച്ചു. എങ്ങനെയുള്ള വെള്ളം, വഖഅഫീഹി നജസുൻ, അതിൽ നജസ് വീണിട്ടുണ്ട്. അങ്ങനെയുള്ള വെള്ളത്തെപ്പറ്റി സംശയിച്ചു. ലം യുഗയ്യിറുഹു, നജസ് വീണിട്ടുണ്ട്, പക്ഷെ ആ നജസ് ഈ വസ്തുവിനെ, ഈ വെള്ളത്തെ പകർച്ചയാക്കിയിട്ടില്ല. ഒരു വസ്തു വെള്ളത്തിൽ ചാടിയിട്ടുണ്ട്, പക്ഷെ പകർച്ചയൊന്നുമില്ല. അപ്പോൾ ഇവിടെ വെള്ളം 2 കൊല്ലത്തിൻ്റെ മേലെയാണെങ്കിൽ കുഴപ്പമില്ല, 2 കൊല്ലത്തിൻ്റെ താഴെയാണെങ്കിൽ കുഴപ്പമാണ്. ഇതാണ് ഇപ്പോൾ അവിടുത്തെ മസാല. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു പോയ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചവർക്ക് അറിയാം അങ്ങനെ മസാല. അപ്പം ഇവിടെ ഇപ്പോൾ ഒരാൾക്ക് സംശയം എന്താ, ആ ബലക കുല്ലത്തൈനി അംല, ആ വെള്ളം, നമ്മൾ ഈ പറയുന്ന വെള്ളം 2 കൊല്ലത്ത് ഉണ്ടോ ഇല്ലയോ. 2 കൊല്ലത്ത് ഉണ്ടെങ്കിൽ ഈ വെള്ളത്തിന് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ കുഴപ്പമാണ്, സംശയമാണ്. എങ്കിൽ ഫൽ മാഉ, ഈ സംശയമുള്ളിടത്ത് നിയമം, വെള്ളം ബാക്കിൻ അല തുഹൂരിയത്തിഹി, ബാക്കിൻ അല തൊഹൂരിയത്തിഹി, അതിൻ്റെ തൊഹൂർ എന്ന പദവിയിൽ തന്നെ വെള്ളം നിലനിൽക്കുന്നതാണ്, ശേഷിക്കുന്നതാണ്. വെള്ളത്തിൻ്റെ ആ തൊഹൂർ എന്ന സ്ഥാനം, അഥവാ വെള്ളം ശുദ്ധീകരണത്തിന് പറ്റുന്നതാണ്. മാഉം മുത്തലക്കാണ്, വെള്ളം തൊഹൂർ തന്നെ. അതെന്താ കാരണം, ഫഇന്നഹ മുത്തയക്കനത്തുൻ, അത് ഉറപ്പുള്ള കാര്യമാണ്. ഏത്, ഈ വെള്ളം തൊഹൂറാണ് എന്നത് ആദ്യം നമുക്ക് ഉറപ്പുണ്ടായിരുന്ന കാര്യമാണല്ലോ, കാരണം നല്ല വെള്ളമായിരുന്നല്ലോ അത്. സബബു സവാലിഹ, ആ അവസ്ഥയ്ക്ക് മാറ്റം വരാനുണ്ടായ കാരണം മഷ്കൂക്കുൻ ഫീഹി, സംശയാസ്പദമാണ്. ഈ വെള്ളം ആദ്യം തൊഹൂറായ വെള്ളമായിരുന്നു, അതിലാർക്കും തർക്കമില്ല. പിന്നെ അതിൻ്റെ അകത്ത് പകർച്ച അല്ലെങ്കിൽ നജസ് വീഴല് കാരണമായിട്ട് അതിൻ്റെ തൊഹൂരിയത്ത്, ആ തൊഹൂർ എന്ന അവസ്ഥ നീങ്ങിയോ ഇല്ലയോ, അതാണ് ഇവിടുത്തെ വിഷയം. അത് സംശയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഒരു ഉറപ്പുള്ള കാര്യത്തെ സംശയം കൊണ്ട് പൊളിക്കാൻ പാടില്ല എന്നതാണ്. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. എന്നാൽ ഒരോ തയക്കന, ഒരാൾ ഉറപ്പിച്ചു, കസറത്ത തകയ്യുരി, ഈ വെള്ളത്തിന് അമിതമായ പകർച്ച ഉണ്ട്, നല്ല പകർച്ച ഉണ്ട് എന്ന് സംശയിച്ചു. ശക്കഫി സവാലിഹ, ആ പകർച്ച പിന്നെ നീങ്ങിപ്പോയോ എന്നതിൽ സംശയം. ഒരു ശുദ്ധമായ വസ്തു കൊണ്ട് വെള്ളത്തിന് അമിതമായ പകർച്ച സംഭവിച്ചു, അലിഞ്ഞു ചേരുന്ന വസ്തു കൊണ്ട്, എങ്കിൽ ആ വെള്ളം പറ്റൂലാന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ പകർച്ച ഉണ്ട് എന്ന് ഉറപ്പ്, പക്ഷെ ആ പകർച്ച പിന്നീട് നീങ്ങിയോ എന്ന് സംശയം. ഫൽ മാഉ വൈറു തൊഹൂരിൻ, എങ്കിൽ ആ വെള്ളത്തിൻ്റെ വിധി അത് തൊഹൂറായ വെള്ളമല്ല, അഥവാ വുളൂഇനും കുളിക്കൊന്നും പറ്റിയ വെള്ളം അല്ല. അതിൻ്റെ അടിക്കുറിപ്പ് കണ്ടോ, ഫഇന്നൽ മുതയക്കിന ഹുന, കാരണം ഇവിടെ ഉറപ്പുള്ള കാര്യം അതുമു തൊഹൂരിയത്തി, തൊഹൂർ അല്ല എന്ന് ഉറപ്പ്, കാരണം അധികരിച്ച പകർച്ച ഉണ്ട് എന്ന് ഉറപ്പ്. സബബു സവാലിഹ, ആ തൊഹൂരിയത്ത് അല്ല എന്നതിൻ്റെ
അത് നീങ്ങിപ്പോയോ എന്നതിൻ്റെ കാരണം മഷ്കൂക്കുൻ ഫീഹി, സംശയാസ്പദമാണ്. അതായത് കസറത്തു തഗയ്യുറിൻ്റെ നീങ്ങലുണ്ടായോ ഇവിടെ, അമിതമായ പകർച്ച ഉണ്ട്, ആ അമിതമായ പകർച്ച മാറിയോ, മാറാനുള്ള വല്ലതും ഉണ്ടായോ എന്ന് സംശയമാണ്. അപ്പോൾ ഉറപ്പിനെ പിടിച്ചാൽ മതി. അടുത്ത ചർച്ച അശ്ശക്കു ഫിൽ ഉളൂഇ, ഉളൂഇൽ ഉണ്ടാകുന്ന സംശയം. ഉളൂഇൽ ഉണ്ടാകുന്ന സംശയം. ഇവിടെ ക്രമ നമ്പർ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മൾ 1, 2, 3 എന്ന് കൊടുക്കുന്നതിന് പകരം ഇവിടെ അലിഫ, ബാ, ജീമ്, ദാല് അങ്ങനെ 4 സെക്ഷനാക്കിയ തിരിച്ച്. അതൊന്ന് കൂട്ടി വായിച്ചാൽ നമുക്കറിയാം അബ്ജദ് എന്നാണ്. അറബി അക്ഷരങ്ങളിലെ അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങൾക്കും ഒരു മൂല്യമുണ്ട്. ഒരു മൂല്യം, അക്ഷരങ്ങളുടെ മൂല്യം. ആ മൂല്യത്തിൻ്റെ ഓർഡറാണ് അബ്ജദ്. തുടങ്ങുന്ന അങ്ങനെയാണ്. അലിഫ് 1, ബാ 2, ജീമ് 3, ദാല് 4. ആ കണക്കാണത്. അതാണ് അങ്ങനെ കൊടുത്തത്. വുളൂഇൽ സംശയിക്കുകയാണ്. ലൗ ശക്കൽ മുതവല്ലിഉ, വുളൂ ചെയ്ത ആള് സംശയിച്ചാൽ, അസ്നാ വുളൂഇഹി, അവൻ്റെ വുളൂവിൻ്റെ ഇടയിൽ വുളൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ സംശയിക്കുന്നു. ഫിൻ നീയത്തി, നീയത്തിൽ സംശയിച്ചു. മുഖം കഴുകാൻ തുടങ്ങിയപ്പോൾ നീയത്ത് വെച്ചോ വെച്ചില്ലേ, സംശയം. ഇസ്തഅനഫൽ വുളൂഅ, അവൻ വുളൂഇനെ ആരംഭത്തിൽ നിന്ന് വീണ്ടും ചെയ്യണം. വുളൂവിൻ്റെ ഇടയാണ്, നീയത്തിലാ സംശയം, എന്നാൽ ആദ്യം മുതൽ വുളൂ ചെയ്യണം. ഔ ശക്ക ഖബലൽ ഫറാഗി മിൻ വുളുവിൻ, ഒരു അവയവത്തിൽ നിന്ന് വിരമിക്കുന്നതിൻ്റെ മുമ്പ് ഒരാൾ സംശയിച്ചു. ഒരവയവം, മുഖം അല്ലെങ്കിൽ കയ്യ്, അതിൽ നിന്ന് തീർന്നിട്ടില്ല, വിരമിച്ചിട്ടില്ല, അതിൻ്റെ മുമ്പ് സംശയം. എന്താ? ഫിസ്തി ആബിഹി, ആ അവയവം മുഴുവൻ കഴുകിയോ. ആ അവയവം മുഴുവൻ കഴുകൽ നിർബന്ധമാണല്ലോ, അത് ചെയ്തോ സംശയം. ഔ അദദി ഗസലാത്തിഹി, അല്ലെങ്കിൽ അതിൻ്റെ കഴുകലുകളുടെ എണ്ണത്തിൽ സംശയിച്ചു. എത്രയപ്പം ഞാൻ കഴുകിയത്, 2 ആണോ 3 ആണോ, അതോ 1, 2, എത്രയാണ്, അങ്ങനെ സംശയം. എങ്കിൽ അവിടെ അഹദ ബിൽ യഖീനി, യഖീന് കൊണ്ട് പിടിക്കേണ്ടതാണ്, ഉറപ്പിനെ പിടിക്കണം. എൻ്റെ ഈ കൈ മുഴുവൻ ഞാൻ കഴുകിയോ, എല്ലാ ഭാഗം കഴുകിയോ ഇല്ലയോ എന്ന് സംശയിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു ഭാഗത്തെപ്പറ്റി സംശയം വരികയാണെങ്കിൽ അവിടെ കഴുകിയിട്ടില്ല എന്നതാണ് നമ്മുടെ ഉറപ്പ്. ഇത് മൊത്തം കഴുകി എന്ന് ഉറപ്പില്ല, അതുകൊണ്ട് കഴുകിയില്ല എന്ന് വെക്കണം. എന്നിട്ട് അതിൻ്റെ നടപടി സ്വീകരിക്കണം, അഥവാ കഴുകണം. അതുപോലെ 2 ആണോ 3 ആണോ എന്ന് സംശയിച്ചാൽ നമുക്കറിയാലോ, 2 കഴുകിയെന്ന് ഉറപ്പ്, 3 ആയോ എന്ന് സംശയം. അപ്പോൾ ഉറപ്പിനെ പിടിക്കണ്ടേ, 2 എന്ന് പിടിക്കണം. ഇത് ഉജൂബൻ ഫിൽ വാജിബി, ഈ പറയപ്പെടുന്ന നമ്മൾ ഏതിനെപ്പറ്റിയാണോ സംശയിക്കുന്നത്, അതൊരു വാജിബിനെ പറ്റിയാണ് സംശയിക്കുന്നതെങ്കിൽ അവിടെ ഉറപ്പ് പിടിക്കൽ നിർബന്ധം. നദുബൻ ഫിൽ മന്ദൂബി, സുന്നത്തായ ഒരു കാര്യത്തിൻ്റെ വിഷയത്തിലാണ് ഇങ്ങനെ സംശയിക്കുന്നതെങ്കിൽ അവിടെ ഉറപ്പ് പിടിക്കൽ സുന്നത്ത്. ഉദാഹരണം, മുഖം മൊത്തം കഴുകിയോ ഇല്ലയോ എന്നൊരാൾക്ക് സംശയമായി. അയാൾ ആകെ ഒരു വട്ടം മുഖം കഴുകണുള്ളൂ. മുഖം ഞാൻ മൊത്തം കഴുകിയോ ഇല്ലയോ എന്ന് സംശയിക്കുകയാണെങ്കിൽ ഈ മുഖം മൊത്തം കഴുകൽ നിർബന്ധമല്ലേ. അവിടെ ഉറപ്പ് എന്താ, മുഖം മൊത്തം കഴുകിയിട്ടില്ല എന്നാ. അപ്പം ആ ഉറപ്പ് പിടിക്കുക, അത് നിർബന്ധമാണ്. അതേ സമയത്ത് 2 വട്ടാണോ 3 വട്ടാണോ കഴുകിയത് എന്ന് ഇവൻ സംശയിക്കുമ്പോൾ, ഇവൻ്റെ സംശയം 3-ാം വട്ടം ചെയ്തോ ഇല്ലേന്നാ. ഈ 3-ാം വട്ടം എന്നുള്ളത് ഒരു നിർബന്ധമുള്ള കാര്യമല്ല, അതൊരു സുന്നത്താണ്. അപ്പം അവിടെ 2 എന്ന് പിടിച്ച് 3-ാമത്തത് കഴുകൽ സുന്നത്ത്, അവിടെ നിർബന്ധം എന്ന് പറയണ്ട. ഔ ശക്ക ബഅദൽ ഫറാഗി മിൻഹു, ഒരവയവത്തിൽ നിന്ന് വിരമിച്ചതിൻ്റെ ശേഷം സംശയിച്ചു. ഫി അഹദിഹിമ, ഈ 2-ൽ ഏതെങ്കിലും ഒന്നിൽ സംശയിച്ചു. അതായത് ആ അവയവം മുഴുവൻ കഴുകിയോ, അതിൽ അല്ലെങ്കിൽ അതിൻ്റെ കഴുകലിൻ്റെ എണ്ണം പൂർത്തിയായോ ഇല്ലേ എന്ന് സംശയിച്ചു. ആ അവയവം കഴുകിക്കഴിഞ്ഞു. ഉദാഹരണം, കൈ കഴുകിക്കഴിഞ്ഞു, വലത്തെ കൈ കഴുകിക്കഴിഞ്ഞപ്പോൾ സംശയിക്കുകയാണ്,
വലത്തെ കൈ 3 കഴുകിയത് 2 കഴുകിയത്? അതല്ല, ഈ വലത്തെ കൈ മൊത്തം കഴുകിയോ എന്ന് സംശയിച്ചാൽ ഫലാ യുഅസ്സിറു, ആ സംശയം ഒരു ഫലവും ഉണ്ടാക്കുന്നതല്ല. എന്ന് പറഞ്ഞാൽ നമ്മളത് മൈൻഡ് ചെയ്യണ്ട. ഔഫി അസ്ലി വസ്ലിഹി, ആ അവയവം കഴുകുക തന്നെ ചെയ്തോ എന്ന് സംശയിച്ചാൽ ലസിമഹു, അവന് നിർബന്ധമാണ്. ഇആദത്തുഹു, അതിനെ മടക്കി കഴുകണം, നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ ആ അവയവത്തിലേക്ക് പോകണം, എന്നിട്ടത് ചെയ്യണം. ഒരാളിപ്പോൾ തല തടയിക്കൊണ്ടിരിക്കുക, ഒരു ഉദാഹരണം പറയാം. ആ സമയത്ത് ഒരാളുടെ സംശയം വലത്തെ കൈ മൊത്തം കഴുകിയോ അല്ലെങ്കിൽ വലത്തെ കൈ 3 തികഞ്ഞോ എന്നൊന്നുമല്ല സംശയം. വലത്തെ കൈ കഴുകിയോ ഇല്ലയോ, കഴുകിയെന്നും കഴുകിയില്ലാന്നും എന്ന് പറഞ്ഞാൽ തീരെ കഴുകിയോ അതല്ല കഴുകിയില്ലേ, ഒട്ടും കഴുകാതിരിക്കുകയാണോ ചെയ്തത് സംശയം, എങ്കിൽ അവൻ വലത്തെ കൈയിലേക്ക് പോകണം. എന്നിട്ട് വലത്തെ കൈ കഴുകണം. വക്കഥ മാ ബഅദഹു, അത് മാത്രം ചെയ്താൽ പോരാ. തല തടകുന്നിടത്ത് വെച്ചാൽ സംശയം ഉണ്ടായേ വലത്തെ കൈ കഴുകിയോന്ന്. എന്നാൽ വലത്തെ കൈ അങ്ങോട്ട് കഴുകുക, എന്നിട്ട് വീണ്ടും തല തടകുക, അത് പറ്റൂല. കാരണം ഒതുവിൽ തർത്തീബ് നിർബന്ധമല്ലേ. അപ്പോൾ വലത്തെ കൈ കഴുകിയിട്ട് പിന്നീടുള്ളത് ഓരോന്ന് ക്രമമായി ചെയ്തു വരണം. എന്ന് പറഞ്ഞാൽ വലത്തെ കൈ കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ അടുത്ത പരിപാടി ചെയ്യണം. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ സുന്നത്ത് കൂടി അവൻ പരിഗണിക്കുന്നുണ്ടെങ്കിൽ ഇടത്തെ കൈയും കൂടി കഴുകണം. എന്താ കാരണം? അവൻ ഈ വലത്തെ കൈ സംശയിക്കുന്ന വലത്തെ കൈ മാത്രം കഴുകി അവൻ തലയിലേക്ക് പോയാൽ, വീണ്ടും തലയിലേക്ക് പോയി എന്ന് വെച്ചോ, ഇന്നെന്തുണ്ടാകുക? ഇടത്തെ കൈ ആദ്യം കഴുകി, ഇപ്പോൾ വലത്തെ കൈ കഴുകി, അത് കഴിഞ്ഞ് തല തടകി എന്ന് വരും. അത് ഒളുവിനെ ബാധിക്കൂല, കാരണം സുന്നത്തിനെതിരാന്നേ ഉള്ളൂ. ഏതായാലും നിർബന്ധമായ തർത്തീബാണെങ്കിൽ, ക്രമമാണെങ്കിൽ അത് പാലിച്ചിരിക്കണം അവിടെ. അതാണ് ശേഷമുള്ളതും കഴുകണം എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ പറയണത്, ഒരാൾ കാല് കഴുകുന്നിടത്ത് സംശയിക്കുകയാണ്. കാല് കഴുകുന്ന സമയത്താ സംശയം. എന്ത്? ഇടത്തെ കൈ കഴുകിയോ ഇല്ലയോ എന്ന് സംശയിച്ചു. കാല് കഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇടത്തെ കൈ കഴുകണം, അത് കഴിഞ്ഞ് തല തടകണം, പിന്നീട് കാല് കഴുകണം. അങ്ങനെ ചെയ്യേണ്ടി വരും. അമ്മ ശക്കു ഫി ഷൈഇൻ മിൻഹാ, ഈ അവയവം മൊത്തം കഴുകിയോ ഇല്ലയോ, അല്ലെങ്കിൽ കഴുകലിൻ്റെ എണ്ണം തികഞ്ഞോ ഇല്ലയോ, അല്ലെങ്കിൽ ഒരവയവം തന്നെ കഴുകിയോ, ആ അവയവത്തിൻ്റെ കഴുകൽ ഉണ്ടായോ എന്നിത്യാദി കാര്യങ്ങളൊക്കെ സംശയിച്ചത് ബഅദൽ ഫറാഗി മിനൽ ഉളൂഇ, ഉളൂവിൽ നിന്ന് വിരമിച്ചതിൻ്റെ ശേഷമാണ്. ആ പണി തന്നെ കഴിഞ്ഞു, ഉളൂ എന്ന പരിപാടി തന്നെ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ സംശയം, ഞാൻ തല തടയോ ഇല്ലേ. ഉദാഹരണം, ഫലാ യുഅസ്സിറു, ആ സംശയം ഒരു ഫലവും ഉണ്ടാക്കുന്നതല്ല. അത് ഫലമുള്ള സംശയമല്ല. അത് 41-ാമത്തെ പേജിൽ അശക്കു ഫിന്ദിക്കാതിൽ ഉദൂയി, ഒതു മുറിഞ്ഞോ എന്ന വിഷയത്തിലുള്ള സംശയം, അതൊരു സംശയത്തിൻ്റെ രൂപമാണ്. നമുക്ക് പറയാനുള്ളത് ലാ യർത്തഫിഉ യഖീനു ഉദൂയിൻ, ഒദൂ ഉണ്ട് എന്ന ഉറപ്പ് ഉയരുകയില്ല. ഔ ഹദസിൻ, അല്ലെങ്കിൽ അശുദ്ധി ഉണ്ട് എന്ന ഉറപ്പ് അത് ഉയരൂല. ബിശക്കി ഫി ളിദ്ദിഹി, ഈ ഉറപ്പിൻ്റെ എതിര് വിഷയത്തിൽ സംശയിക്കൽ കൊണ്ട്. വലാബിൽ ലന്നി ഫീഹി, ആ എതിരിൽ ഭാവിക്കൽ കൊണ്ടും. നമുക്കൊരു ഉറപ്പുണ്ട്, ആ ഉറപ്പിൻ്റെ എതിരിൽ നമ്മൾ സംശയിക്കുകയോ ഭാവിക്കുകയോ ചെയ്താൽ ആ ഉറപ്പ് പൊളിയില്ല. ഒരു ഉദാഹരണം, ഇപ്പോൾ സമയം 5:50 4:15 എനിക്ക് ഒതുണ്ട് എന്ന് ഉറപ്പാണ്. കാരണം 4:15 ഞാനിങ്ങനെ അസർ നിസ്കരിച്ച് കഴിഞ്ഞതാണ്. ഒരു ഉദാഹരണം പറയാം. ഇപ്പം 5:50 എൻ്റെ സംശയം, അതിന് ശേഷം എൻ്റെ ഉളൂ പോയോ പോയില്ലേ സംശയം. 4:15 ഒതുണ്ട് എന്ന് ഉറപ്പ്, അതെനിക്ക് ഉറപ്പാണ്. ഇപ്പം 5:50 ഇതിൻ്റെ ഇടയിൽ ഒതു പോയോ പോയില്ലേ എന്ന് സംശയം. അപ്പോൾ ഒരു ഉറപ്പ് അവിടെ ഉണ്ട്, ആ ഉറപ്പിൽ ഒലുണ്ട്, ആ ഒലു പോയോ എന്ന് സംശയം. ആ സംശയം കൊണ്ട് ഉറപ്പിനെ കളയണ്ടെന്ന്.
അല്ലെങ്കിൽ ഇനിത് ഭാവനയാണെങ്കിലും ഒന്ന് പോയി എന്നൊരു ഭാവന നമുക്ക് സംശയത്തെക്കാൾ കുറച്ചും കൂടി കടുപ്പം കൂടുതലാണല്ലോ ഭാവനയ്ക്ക്. ഇതൊക്കെ ഉണ്ടായാലും ആ ഉറപ്പ് പോവില്ല എന്നതാണ്. അപ്പോഴോ ഫയഖുദു ബിൽ യഖീനി, ആ നമ്മൾക്കൊരു ഉറപ്പുണ്ടല്ലോ, ആ ഉറപ്പിനെ ഇപ്പോഴും ഉള്ളതായിട്ട് നമ്മൾ പിടിക്കണം. ആ ഉറപ്പിൽ എന്താ ഉള്ളത്? ഒന്നുണ്ട് എന്നാൽ ആ ഉറപ്പാണ് ഇപ്പോഴും ഉള്ളത് എന്ന് വെക്കണം. ഇസ്തിസ്ഹാബൻ ലഹു, അതിനെ സഹവസിപ്പിച്ചതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ 4 മണിക്ക് ഒതുണ്ട്. ആ ഒലുവിനെ നമ്മൾ ഇപ്പോഴത്തേക്ക് ഇങ്ങോട്ട് സഹവസിപ്പിച്ച് കൊണ്ടുവരിക എന്നാൽ ഇപ്പോഴും എൻ്റെ അവസ്ഥ ഒതു തന്നെയാണ്. കാരണം സംശയമല്ലേ പോയോന്ന്. അങ്ങനെയാണ് മസ്അല. അല്ലാഹു തആല ഖൈറാക്കട്ടെ. ആമീൻ. ഇന്ന് ദുൽഹിജ്ജ 29 സാധുവായ എൻ്റെ വന്യരായ പിതാവിൻ്റെ ആണ്ടിൻ്റെ ദിവസമാണ്. 13ാമത്തെ ആണ്ടാണ്. നമ്മളിപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമ കൈകാര്യം ചെയ്യുന്നു. നമ്മളിപ്പോൾ ഈ നടത്തുന്ന ഇൽമിൻ്റെ, ഇന്ന് നടത്തിയതും ഇതിനു മുമ്പ് നമ്മൾ ഈ വിഷയത്തിലും മറ്റു രംഗങ്ങളിലൊക്കെ നടത്തുന്ന ഇൽമിൻ്റെ പഠനവും പഠിപ്പിക്കലും, അതിൻ്റെയൊക്കെ സവാബ് അവരിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ. ഈ അമലിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു അവരുടെ ഖബർ ജീവിതം കൂടുതൽ സന്തോഷത്തിലാക്കട്ടെ. മരണപ്പെട്ടു പോയ ഉമ്മയുടെയും വാപ്പയുടെയും അതേപോലെ നമ്മിൽ നിന്ന്, നമ്മൾ ഓരോരുത്തരിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവരുടെയും ഖബർ ജീവിതത്തിലേക്ക് നമ്മുടെ ഈ ഇൽമിൻ്റെ ഏറ്റവും നല്ല ഈ ഇടപെടലുകളുടെ സവാബ് അവരിലേക്ക് എത്തിച്ച് അവർക്ക് ശോഭനമായ അവസ്ഥകൾ ഖബറിൽ നൽകുമാറാവട്ടെ. സ്വർഗത്തിൽ നമ്മെയും അവരെയും അള്ളാഹു ചേർക്കട്ടെ. ആമീന യാ റബ്ബൽ ആലമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.